നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി, മിഥുന വ്യാഴം. 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ നിത്യ ചന്ദ്രാർക്ക യോഗവും കൂടിയ ശുഭമായ ദിവസത്തിലാണ് എടവ ലഗ്നത്തിൽ ജലഭൂതോദയത്തിൽ ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. ഈ വർഷത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ആകെയുള്ള വരുമാനത്തിൻ്റെ 40% ചെലവ് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ശൂലഷൽക്കങ്ങളിൽ ആദിഷൽക്കമാണ്. അപ്പോൾ ആദിഷൽക്കമായത് കാരണം കൊണ്ട് തന്നെ സർവാഭിഷ്ട സിദ്ധിക്ക് യോഗമുള്ളൊരു വർഷമാണ്. നല്ല ദൈവാധീനത്തിന് യോഗമുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള എല്ലാ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഭൂമി വാങ്ങാനായിട്ട് യോഗമുണ്ട്, വീട് വയ്ക്കാനായിട്ട് യോഗമുണ്ട്, പഴയ വീട് പുതുക്കി പണിയാനായിട്ട് സാധിക്കുന്ന സമയമാണ്. വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. അതുമാത്രമല്ല, വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്താനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ഈ വർഷത്തിൽ 2026 മേടമാസത്തിന് ശേഷം ഇങ്ങോട്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ടും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത്. വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും മനസ്സിന് സന്തോഷം പകരുന്ന രീതിയിലുള്ള വിനോദയാത്രകൾ, ദേവാലയ സന്ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു വർഷമാണ്. വലിയ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ വർഷത്തിൽ എന്തായാലും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നൊരു വർഷമാണ്. അതായത് സ്വന്തം ബന്ധുക്കളോട് കൂടിയിട്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളോട് കൂടിയിട്ടൊക്കെ സമയം ചെലവഴിക്കുക, എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ പുതിയ ബിസിനസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തുടങ്ങാനായിട്ട് ഈ വർഷത്തിൽ ഏറ്റവും അനുകൂലമായ സമയമാണ്. അതായത് ജൂൺ മാസത്തിന് ശേഷം വ്യാഴം ഉച്ചബലവാനായിട്ട് 4-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രാൽ 4-ാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയം വലിയൊരു ദോഷമില്ലാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. അത് കാരണം കൊണ്ട് ഈ വർഷത്തെ വിഷുഫലപ്രകാരം അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.